ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലചന്ദ്രകുമാർ. സത്യത്തിന് വേണ്ടി അദ്ദേഹം രംഗത്ത് വന്നു. ആ പെൺകുട്ടി പറഞ്ഞ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ദൃശ്യം ഉള്ളത് കൊണ്ടല്ലേ 6 പ്രതികളെ തിരിച്ചറിഞ്ഞത്. പെൺകുട്ടികൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലിൽ പോവില്ലായിരുന്നു. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യം. ദിലീപ് നിരപരാധിയെങ്കിൽ അയാൾ ഇതിൻ്റെ ദൃശ്യം സൂക്ഷിക്കുന്നത് എന്തിന്? അയാൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിന്? കോടതി എന്തുകൊണ്ട് ആ ദൃശ്യത്തിനകത്തുള്ള അവിടെ ആഷ് വാലിയിലും അത് വേറൊരു പരിശോധന നടത്തിയിട്ട് നടപടി എടുക്കാത്തത് എന്ത്? ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സന്മാർ വളരെയധികം നേരം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ പോയി ക്രോസ് ചെയ്തവരാണ്. കോടതിയുടെ യോജിപ്പിനോട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവർ വിയോജിക്കുകയാണ്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടി മഞ്ജു വാര്യർ ലക്ഷ്യമിടുന്നത് എന്താണ്? ദിലീപിനെതിരെയുള്ള പടയൊരുക്കമാണോ? അതിജീവിത തൻ്റെ വാക്കുകളിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇനി കോടതി വിധിയിലേക്ക് കൃത്യമായി പോകുമ്പോൾ നമുക്ക് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത്, നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലോപവും വീഴ്ചകളുമാണ് വിധിയിൽ അക്കമിട്ട് നിരത്തുന്നത്. സാറും വായിച്ചിട്ടുണ്ടാകും. ഈ വിധി വായിക്കാത്തവർക്കായി ഇതിൻ്റെ കുറച്ചു ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഈ വിധിയിൽ ഏറ്റവും പ്രധാനമാണ് ബാലചന്ദ്രകുമാർ എപ്പിസോഡിലെ സാക്ഷി ഫ്രാൻസിസ് സേവ്യർ. ബാലചന്ദ്രകുമാർ ദിലീപിനെ ജയിലിൽ പോയി കണ്ടതിന് സാക്ഷിയായിരുന്നു റിമാൻഡ് തടവുകാരനായ ഫ്രാൻസിസ് സേവ്യർ. ദിലീപിനെ കാണാൻ ചെന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യറുമായി താൻ സംസാരിച്ചുവെന്ന് മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ സിനിമയെക്കുറിച്ചടക്കം ദിലീപ് സംസാരിച്ചിരുന്നതായി ഇയാൾ പറഞ്ഞതായും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ ഈ ഭാഗം പൂർണ്ണമായും ഒഴിവാക്കി. ഇതിന്റെ കാരണം തേടിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായ മറുപടി നൽകിയില്ല. എന്നാലും ഫ്രാൻസിസ് സേവ്യർ ബധിരനും മൂകനുമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസും ബാലചന്ദ്രകുമാറും ക്രോസ് വിസ്താരത്തിൽ സമ്മതിച്ചു. ഫ്രാൻസിസ് സേവ്യർ ആ ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജയിൽ രേഖകൾ പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. ഈ ഒഴിവാക്കൽ മനഃപൂർവ്വമാണ് എന്നും ഇത് കെട്ടിച്ചമച്ച തെളിവാണ് എന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ദിലീപിനെതിരായ വെളിപ്പെടുത്തലുകളിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2021 ഡിസംബർ 29 അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ വിസ്തരിക്കാനിരിക്കെയാണ് ഡിസംബർ 25 ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി ഇല്ലാത്തതിനാലാണ് ചാനലിന് അഭിമുഖം നൽകിയത് എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. 2021 നവംബർ 25 ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 1 മാസത്തിന് ശേഷമായിരുന്നു ചാനലിലെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് 1 മാസം മുൻപ് തന്നെ ദിലീപിനെതിരെ നിർണായക തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബാലചന്ദ്രകുമാർ മറ്റ് ചാനലുകളെ സമീപിച്ചിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ ഫോണിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച തെളിവുകളും ലഭിച്ചു. തനിക്ക് ഭീഷണിയുണ്ട് എന്ന് ദിലീപിന്റെ വീട്ടിലെ കെയർ ടേക്കർ ദാസൻ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മറ്റൊരു വാദം. 2021 ഒക്ടോബർ 26 ദാസൻ തന്നെ വിളിച്ചത് എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. എന്നാൽ 2020 ഡിസംബറിൽ തന്നെ ദാസൻ ദിലീപിന്റെ വീട്ടിലെ ജോലി ഉപേക്ഷിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. 2016 ഡിസംബർ 26 പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തിയെന്നും ദിലീപ് പൾസർ സുനിക്ക് പണം കൈമാറി എന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ഒരു വെളിപ്പെടുത്തൽ. തൊട്ടുതലേന്ന് ക്രിസ്മസ് ദിനത്തിൽ ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങാണ് എന്നും അതിന്റെ പിറ്റേന്നാണ് പോയത് എന്നുമാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. എന്നാൽ അങ്ങനെയൊരു ചടങ്ങ് നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. അങ്ങനെ ഒരു ചടങ്ങ് നടന്നിരുന്നു എന്ന് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് മെനക്കെട്ടതുമില്ല. ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നാണ് ബൈജു പൗലോസ് തന്നെ കോടതിയിൽ വ്യക്തമാക്കിയത്. അന്വേഷണ സംഘത്തിന് ഇതിന്റെ വസ്തുത അന്വേഷിക്കാൻ എളുപ്പമായിരുന്നിട്ടും അതുണ്ടായില്ല എന്നും കോടതി നിരീക്ഷിച്ചു. 2013 മുതൽ 2017 നവംബർ വരെയുള്ള കാലയളവിലാണ് ദിലീപും പൾസർ സുനിയും നേരിൽ കണ്ട് നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റപത്രത്തിലടക്കം ഇത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിപ്രകാരം ദിലീപ് പൾസർ സുനി കൂടിക്കാഴ്ച ഇതിനു ശേഷമാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ ഒരു ഘട്ടത്തിലും പൾസർ സുനി ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് മൊഴി നൽകിയിട്ടില്ല. മറ്റ് കൂടിക്കാഴ്ചകളെക്കുറിച്ചും പണം കൈമാറിയത് സംബന്ധിച്ചും മൊഴി നൽകിയിട്ടുള്ള സുനി
ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് പറയാതിരുന്നത് സംശയകരമാണ് എന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അന്നേ ദിവസം ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാർ എത്തിയതിന് തെളിവായി ഒന്നിച്ചുള്ള സെൽഫിയും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഫോട്ടോ എടുത്ത സമയം 5:59 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി പ്രകാരം ദിലീപിനെ കണ്ടത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ്. ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തിയതിന് ചിത്രം നിർണായക തെളിവായിരുന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ചിത്രത്തെക്കുറിച്ച് ബാലചന്ദ്രകുമാറിനോട് ചോദിച്ചിട്ടേയില്ല. ചിത്രം എടുത്തത് എവിടെ നിന്നെന്ന് അന്വേഷിക്കാൻ ബൈജു പൗലോസ് തയ്യാറായതുമില്ല. കോടതി തന്നെയാണ് ഇത് പരിശോധിച്ച് ദിലീപിന്റെ വീടാണ് എന്നും ചിത്രം പകർത്തിയത് 2016 ഡിസംബർ 26 എന്നും സ്ഥിരീകരിച്ചത്. അന്വേഷണത്തിലെ ഇത്തരം വീഴ്ചകൾ കാരണം ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്നത് തെളിയിക്കാനായില്ല എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ അധ്യായത്തിൽ പറയുന്നത്. ജോർജ് ജോസഫ് സാർ, ഇവിടെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നു തന്നെയാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ തെളിയിക്കാൻ അന്വേഷണ സംഘം സാക്ഷികളെ കെട്ടിച്ചമച്ചുവെന്നും ഗൂഢമായ ഇടപെടൽ നടത്തിയെന്നും വിചാരണ കോടതി വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ജയിലിലെ ദിലീപ് ബാലചന്ദ്രകുമാർ കൂടിക്കാഴ്ചയിലെ നിർണായക സാക്ഷിയാക്കി ഉൾപ്പെടുത്തിയ ആൾ ബധിരനും മൂകനുമാണ് എന്ന് കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം തന്ത്രപരമായി ഒഴിവാക്കിയെന്നും കോടതി വിധിയിൽ പറയുന്നു. അപ്പോൾ ദിലീപിനെതിരായ നിർണായക തെളിവുകളിൽ നിന്ന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ശബ്ദ സാമ്പിളുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന് കാര്യകാരണങ്ങൾ സഹിതം വിധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയല്ലേ? അപ്പോൾ മൊഴികളിലെ വൈരുദ്ധ്യവും തെളിവുകളുടെ അഭാവവും അന്വേഷണത്തിലെ വീഴ്ചയും ഈ ബാലചന്ദ്രകുമാറിനെ കോടതി അവിശ്വസിക്കാൻ കാരണമായോ? അതാണോ ഈ ഒരു വലിയ വീഴ്ചയ്ക്ക് കാരണം? ഒരു വീഴ്ചയും ഉണ്ടായില്ല. ബാലേന്ദ്രകുമാരും ദിലീപുമായിട്ട് സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ. അവരേറ്റവും അടുത്ത് ഇടപഴകി 7-8 വർഷം ഒന്നിച്ച് വർക്ക് ചെയ്തവരല്ലേ. അദ്ദേഹം ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലേന്ദ്രകുമാർ. സത്യത്തിന് വേണ്ടി അദ്ദേഹം രംഗത്ത് വന്നു, അദ്ദേഹത്തിനെ അവിശ്വസിച്ചു. അദ്ദേഹത്തിനെ ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സന്മാർ വളരെയധികം നേരം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ പോയി ക്രോസ് ചെയ്തവരാണ്. അതുകൊണ്ട് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി കോടതി അവിശ്വസിക്കുന്നത്, ആ കേസിലെ പലരുടെയും മൊഴികൾ കോടതി അവിശ്വസിച്ചാണല്ലോ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 120 നിലനിൽക്കില്ല, അതിന് പോലീസ് പരാജയപ്പെട്ടെന്ന് എഴുതി വെച്ചെന്ന്. അത് പരാജയപ്പെട്ടോ ഇല്ലയോ നമുക്കിനി ഹയർ കോടതിയിൽ നിന്ന് പരീക്ഷിക്കാനേ പറ്റുള്ളൂ. ലോവർ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ആ വിക്ടീമും അവരോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും 2020 മുതൽ കോടതിയുടെ പല പ്രവൃത്തി മൂലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഈ കോടതിയിൽ നിന്നുണ്ടാവില്ല. കാരണം കോടതിക്കകത്തിരിക്കുന്ന 3 കോടതിയുടെ അകത്തിരുന്ന 3 സ്ഥലത്ത് 3 കോടതിയിൽ ഇരുന്ന തൊണ്ടി സാധനം മറ്റൊരാൾ കൈകാര്യം ചെയ്തെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് അവർക്കെതിരായിട്ട് ഒരു നടപടിയും ആ ജഡ്ജ്മെൻറ്റിനകത്തും പറഞ്ഞിട്ടില്ല. അതേപ്പറ്റി അതിന് എന്ത് വിശദീകരണമാണ് നൽകിയിരിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതിന് പ്രത്യേക കേസെടുക്കണം. കാരണം തൊണ്ടി മുതലിൽ ചില മാറ്റങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും എടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോടതി അതിനകത്ത് നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടതായിരുന്നു. ചെയ്തില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിനുള്ള റൈറ്റ് ഉണ്ട്. കോഗ്നിസബിൾ ഒഫൻസ് കോടതിക്കകത്ത് നടന്നു. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇനിയെങ്കിലും 3 കേസുകൾ രജിസ്റ്റർ ചെയ്യണം, അതിനുള്ള മൊഴി കൊടുക്കണം. 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിരിക്കണം സംഭവം ഉണ്ടായത്. 3 സ്ഥലത്ത് അത് ഈ തൊണ്ടി മുതൽ കൈകാര്യം ചെയ്ത് അത് ഡാമേജ് ചെയ്ത് എന്നതിനെ സംബന്ധിച്ച് ഒരു കേസ് അടിയന്തരമായിട്ടും ഫയൽ ചെയ്യണം. അത് ഇപ്പം ആ തൊണ്ടി സാധനം പോലീസിൻ്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഒറിജിനലായിട്ട് കോടതിയെ ഏൽപ്പിച്ചതിൽ നിന്നും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നൊക്കെ തെളിവ് വന്ന സ്ഥിതിക്ക് ഇനി ആ കേസെടുക്കാൻ അമാന്തിക്കരുത്. കേസെടുക്കണം. ആ കേസെടുക്കാനായിട്ടുള്ള ഒരു മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ 3 SHOമാരുടെ മുമ്പിലും കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിലുള്ളത്. എന്നാൽ ദിലീപിന്റെ കൊട്ടേഷൻ എന്ന വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല എന്നാണ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടും കോടതി നടത്തിയ ഈ കണ്ടെത്തലുകൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെ ന്യായീകരിക്കുന്നതായി കാണാൻ സാധിക്കുമോ? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം അയാളെ കുറ്റവിമുക്തനാക്കിയത് കോടതി തന്നെയാണ്. കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 100 കണക്കിന് എവിഡൻസുകൾ
അതൊന്നും കോടതി അക്സെപ്റ്റ് ചെയ്തില്ല. അതെല്ലാം തള്ളിക്കളഞ്ഞു, അയാളെ കുറ്റവിമുക്തനാക്കി. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു മോട്ടീവ്, പ്രതികൾക്കുണ്ടായതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കോടതി ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടും ചോദ്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രതികളോട് ചോദിക്കാം. അതൊന്നും നടക്കാതെ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കാണ് മോട്ടീവ്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണ്ടേ കോടതി. കാരണം എവിഡൻസിൻ്റെ സമയത്ത് കോടതിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു, സാക്ഷികളെടുത്ത് ചോദിക്കാമായിരുന്നു, അതുപോലെ പ്രതികളെടുത്ത് ചോദിക്കാമായിരുന്നു. അത് ഉണ്ടായില്ല. അതുകൊണ്ട് മോട്ടീവില്ലാതെ ഈ 6 പേരെ ശിക്ഷിച്ചത് ശരിയായില്ല. അതൊരു ചെറിയ ശിക്ഷ കൊടുത്ത്, കാരണം അവർ ചെയ്ത പ്രവൃത്തി ഒരു ഇൻറ്റിമിഡേഷൻ അപ്പുറത്തോട്ട് കോടതി കാണുന്നില്ലെങ്കിൽ, ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതിനപ്പുറം കോടതി കാണുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമിഡേഷനായിട്ട് കാണുന്നില്ലെങ്കിൽ ഒരു 3 വർഷത്തെ ശിക്ഷ മാത്രമേ അവർക്ക് അർഹതയുള്ളൂ. കാരണം ആ വിക്ടീമിൻ്റെ മൊഴി എത്ര ഹൃദയഭേദകമായ മൊഴിയാണ് കോടതിന് മുമ്പിൽ കൊടുത്തത്. അത് മനസാക്ഷിയുള്ളവർക്ക് ആർക്കും അത് കേൾക്കാനോ അത് കണ്ടിരിക്കാനോ അത് കേട്ടിരിക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതിനോട് കോടതിയുടെ യോജിപ്പിനോട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവർ വിയോജിക്കുകയാണ്. സർ, ഇവിടെ ദിലീപിന് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി മൊഴി നൽകിയത്. എന്നാൽ സംഭവം നടന്ന 2 മാസത്തിന് ശേഷവും നടിക്ക് ദിലീപിനെ കുറിച്ച് സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ലത്രേ. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഇക്കാര്യം ഉയർന്നു വരുന്നത്. ദിലീപിനെ ഭയപ്പെട്ടിരുന്നതുകൊണ്ടാണ് നടി ഇക്കാര്യം പറയാതിരുന്നത് എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് പ്രസക്തിയില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്നത IPS ഉദ്യോഗസ്ഥരടക്കം അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നിരിക്കെ ഇക്കാര്യം അറിയിക്കാനുള്ള അവസരം നടിക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിവിധ വശങ്ങൾ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനാവാദം ഉയർത്തി ദിലീപിലേക്ക് എത്താൻ പോലീസ് ആശ്രയിച്ച തെളിവുകളും സാക്ഷിമൊഴികളും നിലനിൽക്കില്ല എന്നുതന്നെയാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. കോടതിയുടെ ഈ കണ്ടെത്തൽ നിർണായകമല്ലേ? അത് നിർണായകമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ആ എവിഡൻസുകളൊക്കെ കോടതി അതേ രീതിയിൽ കണക്കാക്കിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ ഒരഭിപ്രായം വ്യത്യസ്തമായ രീതിയിൽ അത് അവലോകനം ചെയ്യുന്നതും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി കാണാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ പൾസർ സുനിയുടെ ഫോൺ കണ്ടെത്താനാകാത്തത് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുനിയുടെ ഫോൺ ഒരു സുപ്രധാന തെളിവല്ലേ? അത് കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായി കാണാനാകില്ല? അതൊരു വീഴ്ചയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കാരണം അയാൾ പറഞ്ഞല്ലോ, അത് താൻ അവിടെ പാലത്തിന് അവിടുന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഏതായാലും അതിൽ കൂടുതൽ പ്രതി ഒന്നും നിരന്തരം കസ്റ്റഡി വാങ്ങിച്ച് ചോദിച്ചിട്ട് അതിലപ്പുറത്തോട്ട് പറയുന്നില്ലല്ലോ പ്രതി. അപ്പോൾ അത് പോലീസിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി ആണെന്ന് പറയാൻ ഒക്കില്ല. കാരണം അതിന് ഒരു മൊബൈൽ ഫോണ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ ദൃശ്യം പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ കണ്ടെടുത്തിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള എവിഡൻസുകൾ 100 കോപ്പി എടുത്താലും 100 കോപ്പിയും ഒറിജിനലായിട്ട് തന്നെയാണ് ഡിജിറ്റൽ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചും കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒറിജിനൽ പോകേണ്ട ഒരു ആവശ്യം ഈ കേസിനകത്ത് അത് കണ്ടെടുത്താൽ നല്ല കാര്യം തന്നെ പ്രോസിക്യൂഷന്. പക്ഷേ അത് കണ്ടെടുക്കാൻ പ്രതി കൂടെ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അത് കോടതിയിൽ അഡ്മിറ്റ് ചെയ്തല്ലോ. അപ്പോൾ അത് കണ്ടെടുത്തില്ലേലും കോടതിയിൽ അത് ബന്ധപ്പെട്ടുള്ള എവിഡൻസ് ദൃശ്യം വന്നല്ലോ. അങ്ങനെ ഒരു ദൃശ്യം ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന സെക്ഷൽ അബ്യൂസ് നടത്തുന്ന ഒരു ദൃശ്യം ഏതായാലും കോടതിയുടെ മുമ്പിൽ വന്നു. ആ പെൺകുട്ടി പറഞ്ഞ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ദൃശ്യം ഉള്ളത് കൊണ്ടല്ലേ 6 പ്രതികളെ തിരിച്ചറിഞ്ഞത്. പെൺകുട്ടികൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലിൽ പോവില്ലായിരുന്നു. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യം. അതുകൊണ്ടാണല്ലോ ഈ 6 പ്രതികളെ അവർ തിരിച്ചറിഞ്ഞത്. അവരെ ഉപദ്രവിച്ചവരും കാറെ കയറിയവരും മാറി മാറി കാറെ കയറിയവരും എല്ലാവരും അവരെ വിശ്വസിച്ച് അവരെ എറണാകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ ഏർപ്പെടുത്തിയ 2ാം പ്രതി മാർട്ടിൻ, അവനും അതിൻ്റെ പങ്കാളിയായി. അവനും 20 വർഷം കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ദിലീപിന്റെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തുവെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതും കോടതി പരാമർശിക്കുന്നുണ്ട്. നശിപ്പിക്കപ്പെട്ട ചാറ്റുകൾ കേസുമായി ബന്ധമില്ലാത്തതാണ് എന്നും സാക്ഷിമൊഴികളിലെ പൊരുത്തക്കേടടക്കം ചൂണ്ടിക്കാട്ടി കോടതി സമർത്ഥിക്കുന്നുമുണ്ട്. ഇത് കേസിനെ അസ്ഥിരപ്പെടുത്തുന്നതാണോ?
അത് കോടതി ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയുന്നത്? എന്തിനാണ് ഈ ഒരു കേസിൽ ദിലീപ് നിരപരാധിയെങ്കിൽ അയാൾ ഇതിൻ്റെ ദൃശ്യം സൂക്ഷിക്കുന്നത് എന്തിന്? അയാൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിന്? ആ ഡിലീറ്റ് ചെയ്ത് കണ്ടെടുത്തിട്ടുണ്ടല്ലോ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ കണ്ടെടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ ആ പീഡനത്തിൻ്റെ അതുമായിട്ട് ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ ആ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ അത് ഡിലീറ്റ് ചെയ്തത് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതി എന്തുകൊണ്ട് ആ ദൃശ്യത്തിനകത്തുള്ള അവിടെ ഹാഷ് വാല്യൂയിലും അത് വേറൊരു പരിശോധന നടത്തിയിട്ട് നടപടി എടുക്കാത്തത് എന്ത്? അതല്ലേ പ്രസക്തമായ ചോദ്യം. അത് കോടതി പോലീസ് റിപ്പോർട്ട് ചെയ്യണമായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അതൊരു ലാഘവബുദ്ധിയോടെ അങ്ങനെ കണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനെപ്പറ്റി തീർച്ചയായിട്ടും പുതിയ കേസെടുക്കണം തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും.